സമയം അർദ്ധരാത്രി. യൂറോപ്പിലെ ആ തിരക്കേറിയ തുറമുഖത്ത് പതിവ് പരിശോധനകൾക്കിടയിലാണ് റേഡിയേഷൻ അലാം മുഴങ്ങിയത്. റേഡിയേഷൻ പോർട്ടൽ മോണിറ്റർ പെട്ടെന്ന് ചുവന്ന സിഗ്നൽ നൽകി. ഒരു കണ്ടെയ്നറിൽ നിന്ന് വികിരണങ്ങൾ പുറത്തുവരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകൾ ആ പ്രദേശം വളഞ്ഞു. കണ്ടെയ്നറിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തുന്ന ആണവായുധമാണോ അതോ മാരകമായ റേഡിയേഷൻ ആക്റ്റീവ് വസ്തുക്കൾ? ഗീഗർ കൗണ്ടറുകൾ അതിവേഗത്തിൽ ശബ്ദിച്ചു. സ്പെഷ്യൽ ഫോഴ്സ് ലോക്ക് തകർത്ത് കണ്ടെയ്നർ തുറന്നു. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു. അകത്തേക്ക് കയറിയ കമാൻഡോകൾ ഞെട്ടിപ്പോയി. അവിടെ നമ്മളെന്നും കഴിക്കുന്ന മഞ്ഞ നിറമുള്ള ആയിരക്കണക്കിന് കിലോ വാഴപ്പഴങ്ങൾ മാത്രം. ലോകത്തെ അത്യാധുനിക റേഡിയേഷൻ സ്കാനറുകളെ പോലും പറ്റിച്ച നമ്മുടെ ഉച്ചഭക്ഷണത്തിനൊപ്പമുള്ള ഈ പഴം സത്യത്തിൽ ഒരു റേഡിയോ ആക്റ്റീവ് ഭീഷണിയാണ്. ഇതിന് പിന്നിലെ സയൻസ് വാഴപ്പഴത്തിൽ സ്വാഭാവികമായും അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യമാണ്. ഇതിന്റെ ഒരു ചെറിയ ഭാഗം പൊട്ടാസ്യം 40 എന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. ഒരു ശരാശരി വാഴപ്പഴത്തിൽ ഏകദേശം 12 ബെക്വറൽ റേഡിയേഷൻ ഉണ്ടാകും. ഇതിനെയാണ് ശാസ്ത്രലോകം ബനാന ഇക്വലന്റ് ഡോസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ പേടിക്കേണ്ട, ഒരു പഴം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ റേഡിയേഷൻ അളവ് വർദ്ധിപ്പിക്കുന്നില്ല. നമ്മുടെ ശരീരം ഈ പൊട്ടാസ്യത്തിന്റെ അളവ് കൃത്യമായി നിയന്ത്രിക്കുന്ന പ്രക്രിയയായ ഹോമിയോസ്റ്റാസിസ് വഴി അധികമുള്ള റേഡിയേഷൻ പുറന്തള്ളുന്നു.